ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഞാൻ വീട്ടമ്മമാർക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റത്തെ ടിപ്പ്, ഞാനിതവിടെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി കത്രിക വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഉപ്പിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന മാതിരി ചെയ്യുന്നുണ്ട്. നമ്മുടെ കത്രികയൊക്കെ മൂർച്ചയില്ലാത്ത കത്രികയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കത്രിക നന്നായിട്ട് മൂർച്ചയായിട്ട് കിട്ടും. നമ്മൾ ഉപ്പ് ഇങ്ങനെ ഗ്ലാസ്സിലോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കത്രികയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന മാതിരി ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂർച്ചയില്ലാത്ത കത്രികയൊക്കെ നന്നായിട്ട് മൂർച്ചയായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമുക്ക് ദിവസം കറികൾക്ക് ആവശ്യമുള്ളതാണ് കറിവേപ്പില. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കറിവേപ്പിൻ്റെ മരം ഉണ്ടെങ്കിൽ ഇതുപോലെ വേഗം പോയിട്ട് ഒരു തണ്ട് പൊട്ടിച്ചുകൊണ്ടും പിന്നെ ആവശ്യമുള്ളപ്പോൾ പോയിട്ട് ഒരു തണ്ട് പൊട്ടിച്ചുകൊണ്ടും അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടാവും. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് പുതിയ ഇലകളൊക്കെ വരാണ്ട് ആ ഒരു ചെടി നശിച്ച് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മളിതുപോലെ ഒരു കൊമ്പ് അത് കത്രികയായിട്ട് തന്നെ വെട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരു കൊമ്പ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു കുപ്പി ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലിങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഒരാഴ്ച വരെയൊക്കെ ഇതേപോലെ തന്നെ നല്ല ഫ്രഷായിട്ടിരിക്കും. പക്ഷെ നമ്മൾ ഡെയിലി വെള്ളം മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യാറ്. എന്നിട്ട് അത് നമ്മൾ കിച്ചണിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ചെയ്യും. നമുക്ക് കറിവേപ്പില നല്ല ഫ്രഷായിട്ട് ഒരാഴ്ച വരെയൊക്കെ ഇതുപോലെ വെള്ളത്തിൽ ഇരിക്കുകയും ചെയ്യും. പക്ഷേ വെള്ളം നമ്മൾ ഡെയിലി മാറ്റി കൊടുക്കണം കേട്ടോ. അതല്ലാണ്ട് ഒരാഴ്ച വരെ ആ ഒരു വെള്ളത്തിൽ തന്നെ വെക്കരുത്. പിന്നെ നമ്മൾ വേപ്പില ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളത്തിൽ മുട്ടി നിൽക്കണം ആ ഭാഗത്തുള്ളത് ആദ്യം കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ദോശ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആ പാത്രത്തിൽ ബാക്കി ഇതുപോലെ മാവുണ്ടാവും. അപ്പോൾ ആ മാവ് നമ്മൾ കഴുകി കളയാറാണ് ചെയ്യാറ്. അപ്പോൾ ഇനി മുതൽ ആ മാവ് കഴുകി കളയാണ്ട് അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ബ്യൂട്ടി ടിപ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പാത്രത്തിൽ ബാക്കിയുള്ള മാവൊക്കെ എടുത്തിട്ട് നമ്മുടെ മുഖത്തും കയ്യിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തേച്ചിട്ട് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിനും കൈക്കൊക്കെ നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ഇത് ശരിക്കും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രത്തിൽ ബാക്കി വന്ന മാവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെ മുഖത്തും കൈക്കും ഒക്കെ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു തിളക്കം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് വരും. നല്ലൊരു കളർ വെച്ചിട്ടുണ്ടാവും. അപ്പം ഞാനെപ്പോഴും ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പാത്രത്തിൽ ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ശരിക്കും എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ്. ഞാൻ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയൊരു ടിപ്പാണ്. അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കൈ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ മുഖത്തിനൊക്കെ നല്ലൊരു തിളക്കം കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നല്ല ചൂടുള്ള വെള്ളം കുറച്ച് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മുഖത്തൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കണം ഏത് ബ്രാൻഡിൻ്റെ പൗഡർ ആയാലും കുഴപ്പമില്ല. നല്ല മണമുള്ള പൗഡർ ആയിരിക്കണം. എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ പൗഡർ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ വെള്ളത്തിലൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പച്ചവെള്ളത്തിൽ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അലിയാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചൂടുവെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ചൂടുവെള്ളത്തിൽ പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പെർഫ്യൂമാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് പെർഫ്യൂം വേണമെങ്കിലും എടുക്കാം. ബോഡി സ്പ്രേയോ റൂം സ്പ്രേയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി അതൊന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പൗഡറിൻ്റെയും പെർഫ്യൂമിൻ്റെയും ഒക്കെ കൂടി ഒരു നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം അതിലൊന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ബോട്ടിൽ നിറക്കാനായിട്ട്. ഇനി ഇത് വെച്ചിട്ട് എന്തൊക്കെ ഉപയോഗങ്ങളുള്ളതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള സോഫ, ബെഡ്,
അതുപോലെ കർട്ടൻ, അതുമേലൊക്കെ നമുക്ക് ഇതുപോലെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വല്ല ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. നമുക്കിതുപോലെ സോഫയിലും അതുപോലെ വീട്ടിലേക്ക് കയറി വരുന്ന ആ ഭാഗത്ത് ചവിട്ടിയിലും അതുപോലെ കർട്ടൻ്റെ പിറകിലും അതുപോലെ ബെഡിലും ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു ഫ്രഷ്നെസ്, നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും. ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നമുക്ക് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.